ഹായ്, Redmi Note 12 Pro ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. Redmi Note 12 Pro Plusമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയാം. സോ Pro Plus എടുക്കണോ അതോ Pro തന്നെ എടുത്താൽ മതിയോ? കാരണം 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് പ്ലസിനകത്ത്, അതേപോലെ തന്നെ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയുണ്ട് പ്ലസിനകത്ത്. സോ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ തമ്മിൽ ഏതായിരിക്കും ശരിക്കും നല്ലത്, നമ്മൾ കൊടുക്കുന്ന കാശിന് ഏതായിരിക്കും മുതൽ, അത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയാം. സോ ഈ ഒരു കൺഫ്യൂഷനുള്ള ക്ലിയർ ആൻസറാണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ട് ഈ ഒരു ഫോൺ വന്നത് ഇതാ ഇങ്ങനൊരു ബോക്സിലാണ്, കണ്ടോ? OS സൂപ്പർ OS സോണി ക്യാമറയാണ് 50 മെഗാ പിക്സലിൻ്റെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഫോൺ നിങ്ങൾ ഇതായി കാണുന്ന പോലെ യൂഷ്വലായ രീതിയിൽ ഒരു ബോക്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്തായിട്ട് കേസ്, ഡോക്യുമെന്റേഷൻ, സിം ടൂൾ, ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കാണാം. അത് കഴിഞ്ഞാൽ ഫോണിലേക്ക് വരാം. അതിന് മുമ്പ് 67 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ ബോക്സിൽ വരുന്നത്. ടൈപ്പ് സി കേബിളും വരുന്നുണ്ട്. അത്രയുമാണ് ബോക്സ് കണ്ടന്റ്. മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. Redmi Note 12 Pro ആദ്യമായിട്ട് പ്ലസുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോയുടെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഡിസൈൻ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന മാറ്റം എന്ന് പറയുന്നത് ബോക്സ് സി ഷേപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പ്രോ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി കറവൊക്കെ ആയിട്ടുള്ള നമ്മുടെ സാധാ ഡിസൈനാണ്. ഇത് മോഡേൺ ട്രെൻഡി ആയ ബോക്സ് സി ഡിസൈൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമാണെങ്കിൽ ഓക്കെ. അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പ്രോ പ്ലസിൽ ഗ്ലാസ് ഡിസൈൻ ആണ്, ഇതിൽ പ്ലാസ്റ്റിക്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവുണ്ട്. 187 ഗ്രാം മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 208 ഗ്രാം ഉണ്ട് പ്രോ പ്ലസിന്റെ വെയിറ്റ്. 7.98 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 8.9 mm ഉണ്ട് പ്ലസിന്റെ തിക്നെസ്. സോ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഡിസൈൻ വൈസ് കുറേയേറെ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ്, കംഫർട്ട്, ബോക്സി സ്റ്റൈൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ആയ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ടോട്ടലി ഇതിന്റെ ഡിസൈൻ ആസ്പെക്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് മാറ്റമായിട്ട് വരുന്നത്. ബാക്കി ഒരു മാറ്റങ്ങളും ഇതിനകത്തില്ല. അതായത് ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ മുകളിൽ 3.5 mm ജാക്ക്, സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്. താഴെ നാനോ സിം സ്ലോട്ട്, 2 സിം. ഇത് 2 ഫോണിലായാലും മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, 2 സിം ഇടാം. ഡുവൽ 5G സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, മുകളിൽ താഴെയും സ്പീക്കർ ഗില്ല് ഉണ്ട്. അതായത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് 2 ഫോണിലും വരുന്നത്. സോ വേറെ ഒരു മാറ്റവും ഈ ഫോണിനില്ല. എല്ലാ ഫീച്ചേഴ്സും പക്ക സെയിം ആണ്. അടുത്ത സെക്ഷൻ ഡിസ്പ്ലേയിൽ ഒരു മാറ്റവും ഇല്ല, എല്ലാം പക്ക സെയിം ആണ്. 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റോട് കൂടിയാണ് വരുന്നത്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, HDR10+, ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, ഹൈറസ് ഓഡിയോ അടക്കം വരുന്നു. യൂട്യൂബിലൊക്കെ നമുക്ക് 4K HDR വരെ വീഡിയോ പ്ലേ ചെയ്യാം. ഒരു വിഷയവുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് പ്ലേ ആവും. സോ ടോട്ടലി മീഡിയ കൺസംഷന്റെ ഭാഗത്തേക്ക് വന്നാൽ വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷൻ അടക്കം പക്ക സെറ്റ്, ഒരു വിഷയമില്ല. സൺലൈറ്റ് വിസിബിലിറ്റി അടക്കം കംപ്ലീറ്റ് ഓക്കെ ആണ്. നല്ല എക്സലന്റ് ഡിസ്പ്ലേ ആണ്. നമ്മൾ Redmi Note 12 Pro Plusൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഡിസ്പ്ലേ ആണ്. സോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബെസ്റ്റ് ക്വാളിറ്റി. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സാക്ട് സെയിം ആണ്, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം എന്ന് പറയുമ്പോൾ Dimensity 1080 എന്ന് പറയുന്ന പ്രൊസസ്സർ തന്നെയാണ് ഇരിക്കുന്നത്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ്, Wi-Fi 6, 10 5G ബാൻഡുകൾ, ഡുവൽ സിം, ഡുവൽ 5G സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് ചെയ്യുന്നു. MIUI 13 ബേസ്ഡ് ഓൺ Android 12 ആണ് വരുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇതിന് തരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ലേ Redmi Note 12 Pro Plusൽ ഉള്ളത്? പക്ക സെയിം അല്ലേ എന്ന് ചോദിച്ചാൽ പക്ക സെയിം അല്ല. ഒരു സംഗതി മാറ്റമുണ്ട്. VC കൂളിംഗ് ടെക്നോളജി ഉണ്ട് പ്രോ പ്ലസിൽ, ഇതിൽ ആ കൂളിംഗ് ടെക്നോളജി ഇല്ല. അങ്ങനെ പറയുമ്പോൾ ചൂട് കൂടുവോ, ഓവർ ഹീറ്റിംഗ് വരുമെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അതിൽ അതുകൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും എന്ന് മാത്രം. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് പെർഫോമൻസ് അളവിൽ ഈ 2 ഫോണുകൾ തമ്മിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുള്ളൂ. സോ മനസ്സിലാക്കുക, പെർഫോമൻസ് വൈസും ഒരു വ്യത്യാസവുമില്ല. പ്രോ അപ്പോഴും നിങ്ങൾക്ക് ആ കുറഞ്ഞ വിലയ്ക്ക് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും, പ്രോ പ്ലസിലെ എല്ലാ സംഭവങ്ങളും തരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്യാമറ. ഇതിൽ 50 മെഗാ പിക്സലേ ഉള്ളൂ, പ്രോ പ്ലസിൽ 200 മെഗാ പിക്സൽ ഉണ്ട്. സോ അപ്പോൾ എന്താണ് ഡിഫറൻസ്? ഇതിൽ സോണി ക്യാമറയാണ്, OIS ഒക്കെ ഉണ്ട്. ഇതിലും മറ്റേതിലും പ്ലസിലും OIS ഒക്കെ ഉണ്ട്. സോ ആക്ച്വലി റിയൽ വേൾഡിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരിക്കും അതറിയണ്ടേ? ഇമേജുകൾ കണ്ടു നോക്കാം. ഡേ ലൈറ്റ് ഇമേജുകൾ, നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഇമേജുകൾ എല്ലാം തന്നെയും നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഈ കാണുന്ന 200 മെഗാ പിക്സലിന്റെ പ്രോ പ്ലസിലെ ഇമേജ് കാണുമ്പോൾ ഭയങ്കരമായൊരു വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് രണ്ടും നന്നായിട്ടുണ്ട്. പ്രോ പ്ലസ് പലയിടത്തും കുറച്ച് ബെറ്റർ ആയിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. എന്ന് വെച്ച് പ്രോ മോശമാവുന്നില്ല, അത് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ക്യാമറകളിൽ 200 മെഗാ പിക്സൽ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോകും, പ്രോ എടുക്കണ്ട എന്ന് പറയാനുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലായാലും രണ്ടും ഒരുപോലെ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ അടക്കം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാം. രണ്ടും നൈസ് ആയിട്ടുണ്ട്. എനിക്ക് കാര്യമായ ഒരു പോരായ്മയും രണ്ടിലും തോന്നുന്നില്ല. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്യാമറകൾ രണ്ടായാലും കമ്പയറബിൾ ആണ്. സോ നിങ്ങൾക്ക്
പ്രോ പ്ലസ് എടുത്താലേ നിങ്ങളുടെ കാര്യം നടക്കുള്ളൂ എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടോ, അതോ പ്രോ ആയാലും മതിയോ? വീഡിയോയിലേക്ക് വന്നാലും യാതൊരു വ്യത്യാസവുമില്ല. അതായത് ഇതിനകത്ത് 4Kയിൽ രണ്ടിലും സ്റ്റെബിലൈസേഷൻ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫുൾ HD 60 FPS വന്നാലും നമുക്ക് ഇതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല. ഫുൾ HD 30 FPS മാത്രമാണ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത്. സോ ഇത് തന്നെയാണ് Redmi Note 12 Pro Plusലെയും അവസ്ഥ. ഒരു വ്യത്യാസവുമില്ല, ഇങ്ങനെ തന്നെ. സോ ക്വാളിറ്റി നന്നായിട്ടുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ ക്യാമറകൾ ഐഡന്റിറ്റിയാണ്. വീഡിയോയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഡേ ലൈറ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ആക്സെപ്റ്റബിൾ ആയ സെറ്റപ്പ് തന്നെയാണ്. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ കാര്യമായ സ്റ്റെബിലൈസേഷൻ ഇല്ല. ആവശ്യത്തിനുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ വീഡിയോ ക്വാളിറ്റിയിൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവുന്ന ഒരു ഇഷ്യൂ നമ്മൾ പ്രോ പ്ലസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിവിടെയുമുണ്ട്. എന്ന് വെച്ചാലും ഇത് കൊള്ളാവുന്ന ഒരു സംഭവം തന്നെയാണ്. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. സോ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. സോ ടോട്ടലി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ പ്ലസ് പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് പ്രോയിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് തന്നെ എടുക്കണം. അതിൽ 200 മെഗാ പിക്സൽ ഉണ്ട് എന്നുള്ള ഒരു തള്ളിന് ഒരു പ്രസക്തിയുമില്ല. എന്നെ സംബന്ധിച്ച് പ്രോയും ഓക്കെയാണ്. സോ 200 വെറും ഗിമിക്കാണ് അല്ലെങ്കിൽ ഉടായ്പാണെന്നും പറഞ്ഞുകൊണ്ട് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ബെറ്റർ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് പല ഭാഗങ്ങളും അത് നിൽക്കുന്നുണ്ട് എന്ന് കരുതി ഇത് മോശമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. സോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 200 മെഗാ പിക്സൽ തനി ഗിമിക്കായിട്ട് അല്ലെങ്കിൽ തനി ഉടായ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒരു 30 മിനിറ്റിനകത്ത് തന്നെ 0 to 100 ആവും. അടിപൊളിയാണ്. ഇത് വന്നിട്ട് 50 മിനിറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. കാരണം ഇത് 67 വാട്ടേ ഉള്ളൂ. സോ അപ്പോൾ അതിൻ്റെ ഒരു ചാർജിങ് സ്പീഡ് കുറവുണ്ട്. ബാറ്ററി ലൈഫിൽ പ്രശ്നമൊന്നുമില്ല. രണ്ടും നല്ല ബാറ്ററി ലൈഫുള്ള ഫോണുകളാണ്. ഇതിൻ്റെയൊക്കെ ബാറ്ററി ഡ്രെയിനിങ് ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഷോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം നിങ്ങൾ. എന്തായാലും കണ്ടിട്ട് കഴിഞ്ഞാൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സംഗതി അടിപൊളി ബാറ്ററി ലൈഫുള്ള ഫോണാണ് പ്ലസ്. ഇതിൻ്റെ ട്രെയിനിങ് ടെസ്റ്റ് നടത്തിയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ ട്രൈ ചെയ്യാം. എന്തായാലും ബാറ്ററി ലൈഫിൽ ഒരു ഇഷ്യൂ ഇല്ല. അടിപൊളി ബാറ്ററി ലൈഫാണ്. ചാർജിങ് സ്പീഡിൽ പ്ലസ് തന്നെയാണ് ബെറ്റർ. സോ മൊത്തത്തിൽ ഈ ഒരു ഫോൺ എങ്ങനെ നമുക്ക് പ്ലസ് എടുക്കണോ ഇതെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പ്രൈസിന് മൂല്യം നൽകുന്നുവെങ്കിൽ ഇത് മതിയാവും. കാരണം ആ ഫോണിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, ഗ്ലാസ് ഡിസൈൻ, അതേപോലെ തന്നെ 200 മെഗാ പിക്സലിൻ്റെ ഒരു സ്ലൈറ്റ് ബെറ്ററായ പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അത്രയും കാര്യങ്ങളൊന്നും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല നമ്മൾ അതിലുള്ള പോലെ തന്നെ ഇതിലും 3000 രൂപയുടെ ICICI ഓഫറും ഉണ്ട്. സോ 22,000 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ ഫോൺ കിട്ടുമ്പോൾ നമ്മൾ പ്ലസ് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഒരു 4,000 രൂപ കൂടുതൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്, എൻ്റെ ഒരു തോട്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം, Realme 10 Pro Plusമായിട്ട് ഇത് എങ്ങനെ എന്നുള്ളൊരു ഡൗട്ട്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പാരിസൺ ചെയ്യാം. പക്ഷേ ഓൾറെഡി പ്രോ പ്ലസുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അതിനകത്ത് കർവ്ഡ് ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ കുറേ കാര്യങ്ങളിൽ ഇത് തന്നെയാണ് ബെറ്റർ. എന്തായാലും ആ വീഡിയോ കാണാൻ മറക്കണ്ട. ലിങ്ക് ഞാൻ അയകളിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അത് എങ്ങനെയുണ്ടെന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.